സർ. സർ, ഐ എം അരുൺ. ഈശൻ സാർ 4th ഫ്ലോറിലാണ്. പ്ലീസ്. ஓ, ஆஃபீஸு இங்கேருந்து சேஞ்ச் பண்ணிட்டாங்களா? അതെ സർ, ഇവിടെ ഇപ്പോൾ ലേഡീസ് ഐറ്റംസ് ആണ്. ஓகே. ഡാനി, ഹാ ഇതാരാ? എന്നാണോ വിശേഷം? എന്നാ വിശേഷം, ഇങ്ങനെ പോകുന്നു. പിന്നെ ഒരു ക്ലയൻ്റ് ഉണ്ട് സർ, ഹീസ് മൈ ഫ്രണ്ട് ഡാനി. എടാ, ഇത് അഡ്വക്കേറ്റ് ശിവൻ ശേഖാദ്രി. എന്നാ വിട്ടോ, കാണാം. ഓക്കേടാ, വിളിക്കാം. ഓക്കേടാ, ഓക്കെ. ഡീ പെണ്ണെ, എന്നാ പേടിച്ചു പോയോ? ഇല്ലാണ്ട് ഇടയ്ക്ക് പോയതാ. ഇത്ര നേരെ എനിക്ക് സത്യമായിട്ടും വല്ലാണ്ട്. എന്നതാടി പോയി പറയുന്നേ? അങ്ങനെ അങ്ങ് വിട്ടേച്ച് പോകാൻ പറ്റൂടി? അപ്പൊ പിന്നെ ഇങ്ങോട്ട് പോയതാ. ഇങ്ങോട്ട് വാ. എനിക്കൊന്ന് മൂത്രം വയ്ക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലൂടി. എടുത്തോ? ഇഷ്ടപ്പെട്ടോ? അതില്ലേ, എത്ര എനിക്ക് വില വരണേ? നീ വില നോക്കാനാണോ തുണി നോക്കാനാണോ വന്നേ? തുണി എടുക്കാൻ നോക്ക്. അതില്ല ചേച്ചി, എന്താ ഇതിനൊക്കെ വില വരണേ? ഈ സെക്ഷനിലും 1500 മുകളോട്ടാ മാം. എത്രയാ പറഞ്ഞേ? കിണ്ടി ഇങ്ങോട്ടാതിരുന്നേ. ചേച്ചി, ഇതൊക്കെ ഇച്ചിരി കുറവാ. ഒരു 2ന് മുകളിലോട്ടുള്ളത് നോക്ക് കേട്ടോ. മെറ്റീരിയൽ നല്ലത് വേണം. കോട്ടൺ ബ്ലെൻഡഡ്, സ്മൂത്ത് ടെക്സ്ചർ ആയിക്കോട്ടെ. ഓക്കെ സർ. എന്താ ഇതൊക്കെ? തുണി കാള് കേട്ടോ. തമാശക്കല്ല. എന്താ ഇതൊക്കെ? എനിക്ക് ഇത്ര വിലയുടെ ഒന്നും ദഹിക്കില്ല. അത് വയറിന്റെ പ്രശ്നമാ, ദഹനക്കുറവേ. ഇത് കുറവാന്നേ നമുക്ക് 3ന് മുകളിലോട്ട് നോക്കാടി. എന്നെ തോന്നിയില്ലും തുണി ഇച്ചിരി സോഫ്റ്റാണ് നല്ലത്. മുറിവൊക്കെ ഉള്ളതല്ലയോ. ഇച്ചിരി വലിയ സൈസ് വന്നേരം സുഖമാ. ഊരാനും പിടിക്കാനൊന്നും വലിയ പാടുമില്ല. നീ നോക്ക്. എവിടെ പോണു? ഇവിടെ തന്നെ ഉണ്ടടി, നീ വന്നേ. എന്താ? നിനക്കേ വേറെ ആവശ്യമുള്ളതും കൂടി എടുത്തോ. എനിക്ക് വേറൊന്നും ആവശ്യമില്ലല്ലോ. എടി, നിനക്ക് ആവശ്യമുള്ളത് വേറെയും കാണുമല്ലോ, അതെടുത്തോളെ. എന്തോരം വേണേലും എടുത്തോ. എനിക്ക് വേറൊന്നും ആവശ്യമില്ല, സത്യമായിട്ടും. എടി, നീ ചിന്തിച്ച് നോക്ക്, നിനക്ക് വേറെ ആവശ്യമുണ്ടെന്ന്. ചേച്ചി, ഇത് കഴിഞ്ഞിട്ട് അണ്ടർ ഗാർമെന്റ്സ് ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. നല്ല ബ്രാൻഡ് നോക്കി കൊടുക്കും കേട്ടോ. ശരി സർ. അതെന്റെ കൃഷ്ണ, എൻ്റെ മാമന്റെ പൈസ കൂടി ഞാനിങ്ങനെ ചെലവാക്കിപ്പിച്ചിട്ടില്ലേ? ഇത്രയും വെച്ചാലും ഒരു അന്യ വ്യക്തിയുടെ പൈസയല്ലേ? ഞാനിതൊക്കെ എങ്ങനെയാണ് വീട്ട് എല്ലാം കണക്ക് കൂട്ടി വെക്കണം. പെണ്ണെ, ഇഷ്ടപ്പെട്ടോ? വേറെ സ്ഥലത്ത് പോകണോ? അയ്യോ, എന്തോരം തുണികളാ ഇവിടെ. നീ എന്തിനാ വേറെ എടുത്ത് പോണേ? നല്ല നിറ എല്ലാത്തിനും. ഒരു 5 ജോഡിയെല്ലാം എടുത്തോളാം കേട്ടോ. 5? അത്രയൊന്നും വേണ്ട, 1 മതിയാവും. അപ്പോൾ 6 ഫിക്സ്. പോയി ചെല്ലേ, വേഗം 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 പോയി എടുത്തോ നോക്ക്. എനിക്ക് പറയട്ടെ, നീ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് ഇത്രയും വില കൂടിയത് വേണ്ട. എനിക്കിടാൻ പറ്റില്ല. പറയണതൊന്നും മനസ്സിലാക്കൂ. അവിടെ 500-ന് താഴെയുള്ളതുണ്ട്, അത് മാറ്റിയിട്ടാണ് ചായ. കാശേ ആവശ്യത്തിനുള്ളതാ, പൂഴ്ത്തി വെക്കാനുള്ളതല്ല. അതെ, ആവശ്യത്തിനുള്ളതാ, ആഡംബരത്തിനല്ല. മനസ്സിലാക്ക്. ഇത് ആഡംബരം വന്നേ, നീ ആഡംബരം കണ്ട എന്നാ പറയും? ഇടി, ഇന്ന് എനിക്ക് നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നാളെ എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ സന്തോഷത്തിനല്ലേ. വേണ്ടെങ്കിൽ വേണ്ട, തിരിച്ചു പോകും. വേണ്ട, വാങ്ങിക്കൂ. ഇത്ര വിലയുടെ ആണെച്ചാലും വാങ്ങിക്കൂ, ഞാൻ ഇട്ടോളാം. അത് ഞാൻ പറഞ്ഞതാ, കീറുന്നതിന് മുന്നേ കൂപ്പിനകത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. എന്നെ ചീത്ത വിളിക്കണം മാത്രം എനിക്കിഷ്ടമല്ല കേട്ടോ. ചൈത്ര ചേച്ചി പറയുന്ന പോലെ തന്നെ ചെയ്തോളാവേ. ചൈത്ര ചേച്ചി തമ്പുരാട്ടി ചെന്ന് ഡ്രസ്സ് എടുക്കുക കേട്ടോ. ചിലടി ചൈത്ര ചേച്ചി അവളെ വാചം അടിച്ചുകൊണ്ട് നിൽക്കുക.
മമ്മി ഇതോ, നിനക്കിഷ്ടമുള്ളത് നോക്കൂഞ്ഞേ. മാമ മാമ അത്ത അമ്മ എപ്പോഴാ വരുന്നേ? എൻ്റെ കുഞ്ഞിനെ കാണാൻ അച്ഛമ്മയും വേഗം വരൂട്ടോ. കുറെ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും വയറ് നിറയെ കഴിക്കാൻ പാപ്പമൊക്കെ ആയിട്ട് വരുവേ. വരുമ്പോ ഇല്ലേ ആമി അച്ഛന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വാക്കുകൾ വിശ്വസിച്ചിരിക്കുക. ആരാ പറഞ്ഞ് വെറുതെ ആണെന്ന്? മാമൻ പറഞ്ഞു തന്നെ. അച്ഛനും അമ്മ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുമെന്നില്ലയോ? വരാത്തവരുടെ തെറ്റ് തന്നെ, അളതൊന്നും ഞാൻ പറയുകയില്ല. പക്ഷെ നീയും മനസ്സിലാക്കണം അവരുടെ അവസ്ഥ. വരാൻ പറ്റാത്ത അവസ്ഥയായോണ്ടല്ലോ എന്നെ പറഞ്ഞു വിട്ടേ. ഞാൻ പിന്നെ ഇതൊക്കെ എന്നാത്തിന് ചെയ്യുവാന്നാ? എല്ലാം ബാലേട്ടൻ്റെ ഇഷ്ടത്തിനാ. പിന്നെ ഇന്ദുമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെൺകുച്ചിനെ ഒരു അമ്മയുടെ കുറവ് അറിയിച്ചേക്കില്ലെന്ന്. തുണിയൊക്കെ വാരിക്കെട്ടി പേർക്ക് പോകണ്ടേ? പോവാം. അവരവിടെ എടുത്തു വെച്ചേക്കുവോ? അല്ലേ വേണ്ട, ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യലൊന്നും കഴിക്കാതെ പോയ എങ്ങനെയാ? എനിക്കൊന്നും വേണമെന്നില്ല, ഇത്രയും വേഗം വീട്ടിലെത്തിയാൽ മതിയാവും. അതെന്നെ പറച്ചില്ല ഡ്യൂവേ. ഇതിപ്പോൾ ആദ്യത്തെ അവസാനത്തെ വരുവാണല്ലോ. ശരി. അതാ പറഞ്ഞു. അപ്പം എൻ്റെ പെൺകൊച്ചു വിടുതി, ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. നീ വെജ് ആയതാ പ്രശ്നം, സാരമില്ല. എന്നാടി, നിനക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം ആദ്യം ഇതങ്ങോട്ട് കുടിക്കുക. ഈ ഒരു പ്രാവശ്യമല്ലോടി കഴിക്കുക, വിശന്നിരിക്കണ്ടേ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നതെടുത്തങ്ങോട്ട് കഴിക്കുക. എന്താ ഇത് പൊതിഞ്ഞു വെച്ചിരിക്കണേ? കള്ളം കൊണ്ടുപോകാതിരിക്കാൻ. അല്ല പിന്നെ കഴിക്കടി പെണ്ണെ. നോക്കട്ടെ കേട്ടോ. കൃഷ്ണ, ഇത് ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ ഡാനിച്ച, ഇത് ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. സോറി. അതില്ലേ, എന്താ ഇത്?
ഇത് കണ്ട 2 നില ബസ് പോലെ ഉണ്ടല്ലോ ഡാൻജയ. എൻ്റെ ചെറിയ ആയാലും എങ്ങനെയാ കയറുക? അതിന് നിന്നോടെടുത്ത് വിഴുങ്ങാൻ പറഞ്ഞു. എന്നാലും നിന്റെ നാക്കിന് ഇത്രയും വലുപ്പമൊന്നുമില്ല. അതാ വായിക്കാതെ തന്നെ കിടപ്പില്ലേ? അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് മുറിച്ചെങ്കിലും എടുത്ത് കഴിക്കും. കൃഷ്ണ, എനിക്കിതൊന്നും ദഹിക്കില്ലേ. ഞാനും ഡാൻജയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, ഇങ്ങനെയാ വേണ്ട നിൽക്കുക. എടി കഴിക്കടി. കൃഷ്ണ, നല്ല രുചിയുണ്ട് കേട്ടോ. ഡാൻജയ, നല്ല രുചിയുണ്ട്. കഴിക്ക്. സാർ ഇനി അണ്ടർ ഗാർമെന്റ്സ് നോക്കുമല്ലേ? ചെല്ല. ഞാൻ ഒറ്റയ്ക്ക് ഡാൻജയനും വാ. പൊടി വേണേ ചെല്ലങ്ങോട്ട്. എന്തേ വന്നാല് ഇത്ര നേരം എൻ്റെ കൂടെ എടുക്കണ്ടായിരുന്നല്ലോ, പിന്നെന്താ? നിനക്ക് കാണാൻ പാകത്തിന് ഞാൻ നിന്നോളാം. ചെല്ല്. പറ്റില്ല, എൻ്റെ ഒപ്പം വാ. എടി നീ നോക്കുമ്പോ കാണുന്ന പാകത്തിന് ഞാൻ നിന്നോളാം. ചെല്ല്. വേണ്ട, എൻ്റെ ഒപ്പം വന്നാ മതി. എന്റെ കൂപ്പ് കൊച്ച നിന്റെ തലക്കകത്ത് നിന്നെ തള്ളി വെച്ചേക്കുവാന്നോ? ആ കൊച്ചു നോക്കി നിൽക്കുന്നു. ചെല്ലങ്ങോട്ട്. ആ ചേച്ചി ഈ ഫ്ലോറിൽ തന്നെയാണോ? ആ അതെ, ഇതിന്റെ ലാസ്റ്റ്. കണ്ടോ, ഇവിടെ തന്നെയാ. ചെല്ല്. എന്താവും വരാൻ പഠിക്കണേ? കൃഷ്ണ, നീ ഉള്ളിലിറങ്ങുന്നതിനാവോ അങ്ങനെ പറയണേ? അയ്യോ, അങ്ങനെയാണെ ശരി, ഞാൻ പോയിട്ട് വരാവേ. വേഗം ചെല്ല. ചേച്ചി അവിടെ നോക്കി നിൽക്കുന്നു. പാവം, അതിൻ്റെ ഒരു കാര്യം. എക്സ്ക്യൂസ് മീ ചേച്ചി, ഈ സാരി സെക്ഷൻ എവിടെ? ഇതിന്റെ തൊട്ട് മുകളിൽ. ഓക്കെ, താങ്ക് യു. ഞാൻ അതിലല്ല വിളിച്ചത്. ആ കൊച്ചവിടെ ചാവാൻ കിടക്കുവാന്ന്. എന്നെ ചെയ്യണ്ടേന്ന്. എനിക്ക് ഇവിടെ നിന്ന് സ്കാൻ ചെയ്യണമെന്ന് പറ്റുകയല്ലോ. ഇപ്പൊ നീ ആ കൊച്ചിനെ പൊക്കിക്കൊണ്ട് പോകാൻ നിന്നാൽ നീ തൂങ്ങും. അല്ല, അവക്ക് വേണ്ടിയാണല്ലോ ഇപ്പൊ ഇങ്ങോട്ടൊരു കോള് വന്നത്. എന്റെ ഷൂട്ടിങ് കഴിയട്ടെ, എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ ഷോപ്പിങ്ങും തൊലിയും കഴിഞ്ഞിട്ട് വിളിക്കടി. ഇവിടെ ഉണ്ടാക്കാൻ ഇരിക്കുമല്ലേ ഞാന്. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഞാൻ പള്ളിയിൽ പോയിട്ട് അക്ഷയയിൽ കയറിയിട്ടേ വരത്തുള്ളേ. പാസ്പോർട്ടിന്റെ ആധാറിന്റെ കോപ്പി എടുക്കാനുണ്ട്. നീ വരുന്നില്ലല്ലോ? ഡി, ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ കിട്ടും സമാധാനം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഡാനി ഇന്നലെ വിളിച്ചിട്ടേ ഇല്ല, കോളും എടുക്കുന്നില്ല. ആ കൊച്ചിന് ഇന്നലെ എന്നെ പറ്റിയതായിരുന്നു. എന്നെ പറ്റിയതാന്നേലും ഇപ്പോഴല്ല അത് ചിന്തിക്കേണ്ടത്. ചിന്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അല്ല ട്രീസ, ഈ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ആൾക്കെങ്ങനാ ഇത്രയും ദിവസം ആ കൊച്ചിനെ നോക്കി നിൽക്കാൻ പറ്റിയേ? ജോലിയും വേലയെല്ലാം കൂടെ കളഞ്ഞേച്ച്. എടി, അതൊരു പെണ്ണല്ലേ. എഴുന്നേക്കാൻ പോലും മേലാത്തൊരു കൊച്ചിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരിക്കും. നീ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എന്റെ പൊന്നു ട്രീസ, ഞാനെങ്ങാനും ആയിരുന്നേല് ഒരിക്കലും സമ്മതിക്കുകയല്ലായിരുന്നു. കർത്താവ്, എനിക്ക് ചിന്തിക്കാൻ പോലും മേല. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ ചെയ്യാ? ഞാൻ അവനെ നോക്കാനേൽപ്പിച്ച വെറും പേഷ്യന്റ് മാത്രം അവള്. ആ ആയിക്കോട്ടെ, പേഷ്യന്റ് മാത്രമാ. പിടിക്കും, പട്ടല്ല. നിനക്ക് മുഴുത്ത ഭ്രാന്ത് തന്നെ പിടിക്കും. ഞാൻ ഇറങ്ങുവാ, ഓരോന്നേ തന്നെ വരുത്തി വെച്ചിട്ട്. അപ്പൻ്റെ അമ്മയുടെ വാക്കിനപ്പുറത്തോട്ട് ഡാനി ഒന്നും ചെയ്യല. അവരെന്നെ ഓർത്ത് വിഷമിക്കുന്നതും ഞാൻ കാരണം അവർ വേദനിക്കുന്നതൊന്നും ഡാനി താങ്ങുകയില്ല. അതുകൊണ്ട്
ഡാനിയുടെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഇവിടെ കൊണ്ട് മൂടുക. കൊച്ചിനെ പേര് ട്രീസ് എന്നല്ലയോ? കൊച്ചിനെ ജീവിതത്തിലോട്ട് കൂട്ടെ. ഇറങ്ങ. നിന്റെ വിഷയം എന്നാ? എന്നതാ കാര്യമെന്ന് അറിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കുന്നുള്ളൂ. എവിടെ നിന്നോട് ചോദിച്ച ആ തുണിക്കോടെ നിറഞ്ഞ് ഫ്രൂട്ട്സ് കട കയറി ഇത്രയും നേരമായിട്ട് ഞാൻ ചോദിച്ചവനൊന്നും നീ മറുപടി പറഞ്ഞിട്ടില്ല. എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കാര്യം എന്നാന്ന്? ചെമ്മലാണോ? ആണെന്ന് മനസ്സിലായി. ഞാൻ പ്രതീക്ഷിച്ചതുവാ. അതിന് 1/2 മണിക്കൂർ എൻ്റെ അടുത്ത് മോന്ത തിരിച്ചടിക്കേണ്ട കാര്യമുണ്ടോ? എടി, എനിക്കും ഉള്ളതാ ഒരു പെങ്ങള്. അതിന് ഈ കണ്ട സാമഗ്രികളൊക്കെ എടുത്തു കൊടുക്കുന്ന ഞങ്ങൾ തന്നെ. നീ വളർന്ന സാഹചര്യം എനിക്ക് മനസ്സിലാവും. തെറ്റായിട്ട് ചിന്തിച്ച് എല്ലാം തെറ്റാ. മാമനല്ലേ നിന്നെ വളർത്തിയത്, ഈ കണ്ടതെല്ലാം വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്. നീ എന്നെ പിടിച്ച് മാമനൊന്നും ആക്കണ്ട. ബന്ധമൊക്കെ പേരിലല്ലേ എൻ്റെ കൊച്ചേ. നിന്റെ മനസ്സിൽ എനിക്ക് എന്നാ സ്ഥാനമാണെന്ന് എനിക്കറിയില്ല. നീ ആയതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കണ്ട. ആർക്കാന്നേലും ഏത് സാഹചര്യം ആണെങ്കിലും എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമാണ്. അത് ട്രീസൊക്കെ അറിയാവുന്നത് കൊണ്ടല്ലയോ എന്നെ പിടിച്ച് നിർത്തിയേ. ഇറങ്ങാൻ നേരം ഞാൻ എന്നാ പറഞ്ഞേ? ഡാനിക്ക് എന്നാ നെറുകെട്ട പരിപാടിയും ചെയ്യാനറിയാം, അങ്ങേയറ്റ പുണ്യപ്രവൃത്തി ചെയ്യാനും അറിയാം. കണ്ടോ, എന്നിട്ടും നിന്റെ മൂന്ന് തെളിഞ്ഞിട്ടില്ല. ഇങ്ങനൊന്നും ഞാൻ വരുന്നില്ല. ഇവിടെ ഞാൻ കിടന്നോളാം. വേണ്ട, അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും മിണ്ടണ്ട. എന്നെ കുഴിയിട്ട് മൂടിയോ മണ്ണിനകത്തോട്ട് നോക്കി മിണ്ടാനായിട്ട്. നീ പറയണേ, എനിക്കെങ്ങനെ ഉണ്ടായെന്നുള്ള സത്യം ഇപ്പം മാറി. എൻ്റെ അവസ്ഥകളെല്ലാം അറിയണ ആളല്ലേ. ഞാൻ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. 2 ദിവസത്തെ മാത്രം പരിചയം. ആ ആളുടെ ഒപ്പം ആ വ്യക്തിയുടെ പൈസയിൽ മനസ്സിലാവില്ല. ഇനി ആർക്കും മനസ്സിലാവില്ല. സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക ഓരോ നിമിഷവും. ഇതാണ് സത്യാവസ്ഥ, എൻ്റെ അവസ്ഥ ഇതാണെന്ന് അതൊന്ന് ചിന്തിക്കും. ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമല്ലേ. എൻ്റെ മനസ്സിൽ എന്ത് സ്ഥാനമാണെന്ന് ചോദിച്ചില്ല. പറഞ്ഞു തരാൻ അറിയില്ല എനിക്ക്. എന്തുണ്ടെങ്കിലും ഞാൻ തുറന്നു പറയണത് എൻ്റെ ദൈവത്തോടാ. ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവത്തോട്. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാം തുറന്നു പറഞ്ഞാൽ മനസ്സിന് കിട്ടണ ആശ്വാസം ഒരു ഭാഗത്ത്. ദേഷ്യപ്പെട്ടിട്ടും പരാതി പറഞ്ഞിട്ട് സങ്കടങ്ങൾ അറിയിച്ചിട്ടും നീ കുറ്റപ്പെടുത്താത്ത ഒരേ ഒരാളുണ്ടെങ്കിൽ ഒക്കത്തിനുപരി ഞാൻ സന്തോഷിച്ച എൻ്റെ ഒപ്പം സന്തോഷിക്കും. ഞാൻ കരഞ്ഞ എൻ്റെ ഒപ്പം കരയും. അങ്ങനെ ഞാൻ വിശ്വസിക്കാം. അതല്ലാണ്ട് ഇനി ഒരു മനുഷ്യ ജീവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഡാൻസായ മാത്രം. ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ ഒപ്പം ചിരിച്ചത് ഡാൻസായ, ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം കരഞ്ഞത് ഡാൻസായ. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഒരു വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൺമുമ്പിൽ അല്ല, ഇന്നലെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. എൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വളർന്ന ചുറ്റുപാടിലൊക്കെ പെൺകുട്ടികൾക്ക് 2ാം തീയതിയായിരുന്നു. എൻ്റെ മാമൻ്റെ തറവാട്ടിൽ ആൺകുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ കൂടി അനുവാദമില്ല. അവിടെ നിന്നൊക്കെ ഡാൻസ് ചെയ്യാൻ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഒരു അതിർവരമ്പ് ഇല്ലാണ്ട് ഡാൻസ് ചെയ്യാൻ എന്നോട് സംസാരിച്ചതും എന്നെ സംരക്ഷിച്ചതും അതിനോളമല്ല, അതിനപ്പുറം മനസ്സിലാ സ്നേഹവും നന്ദിയും നിറയുണ്ട്. എനിക്കത് തിരിച്ച് പ്രകടിപ്പിക്കാനാവണില്ല. എങ്ങനെയാണെന്ന് അറിയണില്ല. ഒരുപാട് പരിമിതികളുണ്ട്. ഡാൻസ് ചെയ്യാൻ ആ പരിമിതികൾക്കപ്പുറം എല്ലാം കഴിയും. അതുകൊണ്ട് മാത്രം എനിക്ക് ഡാൻസ് എന്ന് വിളിക്കാൻ പോലും കഴിയുന്നത്. നിങ്ങളുടെ സംസാരം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇതുവരെയുള്ള അകൽച്ച എല്ലാം ഇല്ലാണ്ടാക്കിയത്. അതെനിക്ക് എത്ര ആശ്വാസകരമാണെന്നറിയോ? എല്ലാം ഞാൻ മറക്കും, എല്ലാം. അതുകൊണ്ടാവും ഇതെനിക്ക് എത്ര വിവരിച്ചാലും മതിയാവാത്തത്. മറ്റെന്തിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുക? എന്തിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഉണ്ണിതിരി മുത്തശ്ശൻ പറഞ്ഞത് ഓർക്കണോ? എനിക്കുള്ളതെല്ലാം യാത്ര മധ്യേ വന്നു ചേരുവത്രേ. സ്വന്തം ജീവിതത്തെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോയാൽ പറയണ രീതി ഇങ്ങനെയൊന്നുമല്ല. ആൾത്തറയിലിരിക്കുന്ന ഒരു മുത്തശ്ശനാ
ലേശം മനസ്സിന് താളം തെറ്റിയ ഒരാളാ. നീ വലിയ കാര്യം കേട്ടോ. അയാളെ വീട് കഴിക്കുന്നതിന് മുൻപ് എല്ലാം അവസാനിപ്പിച്ചെന്ന് ഉറപ്പിച്ച എനിക്ക് വാക്കുകളിലൂടെ പ്രതീക്ഷ തന്നത് മുത്തശ്ശന്. എനിക്കുണ്ടല്ലോ, എനിക്ക് ഡാൻസിനെ ഒത്തിരി ഇഷ്ടമായി. ഒരുപാട് ആ സ്ഥാനം പറഞ്ഞ പോലെ വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. ഞാൻ കരഞ്ഞു പോകും. എനിക്കറിയില്ല. നീ ഒന്നും പറയണില്ല. നിങ്ങൾക്കിത് 1000 പേരിൽ ഒരാൾ പറയുന്ന വാക്കുകൾ മാത്രമായിരിക്കാം. എനിക്ക് ഒരാളെ മാത്രമേ ഉള്ളൂ. ആൾക്കിപ്പോ എന്തോ ഒരു ദൈവത്തെക്കാൾ വലിയ സ്ഥാനം കൊടുക്കാന്ന്. നീ പറഞ്ഞ എല്ലാം ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ല. കേരള പാഠാവലിക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നോളജും ഇല്ല. മനസ്സിലാകാഞ്ഞിട്ടും അല്ലടി, എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞേ. നീ ഇപ്പം വരെ എന്നെ കണ്ടത് നല്ലവനായിട്ടായിരിക്കും. ഇടി കൊച്ച്, ഉള്ളത് പറഞ്ഞ ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. വേണമെന്ന് വെച്ചിട്ട് ഞാൻ ആരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിന്നിട്ടുമില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അറിയുന്നവരറിഞ്ഞാൽ മതി, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. കന്നന്തിരിവ് കാണിച്ചു കുട്ടിയനെ ഡാനി തല്ലി വാങ്ങി പോക്കറ്റിലിട്ട പോലെ പാലമറ്റത്തെയും പാലക്കല് മാമോദീസ മുങ്ങിയ വേറെ ഒരൊറ്റ ഒരെണ്ണം വാങ്ങിച്ചിട്ടില്ലടി. നിങ്ങൾ വലിയവനാ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ. അതളന്ന് മുറിക്കാൻ ആർക്കും കഴിയില്ലേ. ഒരനാഥ പെൺകുട്ടിയെ സംരക്ഷിച്ചില്ലേ? അവളാ റോഡിൽ കിടന്ന് ചോര വാർന്ന് മരിക്കായിരുന്നല്ലോ. നിങ്ങൾ അനുവദിച്ചോ? ജോലിയും വീടൊക്കെ ഉപേക്ഷിച്ച് ഈ നേരം വരെ ഓരോ നിമിഷവും എനിക്ക് വേണ്ടിയില്ലേ? അവൾ ദുർബലയായിട്ടും ബലഹീനയായിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും അത് മുതലെടുക്കാത്ത നിങ്ങൾ വലിയവനല്ലേ ഡാനിച്ചായ? അതൊരു അത്ഭുതമാണോടി. ആ, എനിക്കറിയാലോ. കാരണം ഇപ്പം എൻ്റെ സ്ഥാനത്ത് എബിച്ചനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആയിരുന്നല്ലോ, അവരിതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. എന്നിട്ടും ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളെയാണല്ലോ ഡാനിച്ചായ. ആ, കർത്താവ് അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡാനിച്ചായനങ്ങ് പറയുക, എന്നതാന്നേലും ഇങ്ങനെ മോന്തയെ കുറിപ്പിച്ച് കാണിക്കണ്ടേ, തുറന്നങ്ങ് പറഞ്ഞോണം. ഇപ്പം നിന്നെ കേൾക്കാൻ ഒരാളെ നിനക്ക് ആവശ്യമാണ്. അത് ഞാനാവുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇനി നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ആ, സംസാരിക്കണോടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് സംസാരിക്കണം. ഈ കൂട്ടി വെക്കുമ്പോഴാണ് ഭ്രാന്ത് പിടിക്കുന്നത്. സംസാരിച്ചാൽ നമുക്കെല്ലാം അങ്ങ് തെളിഞ്ഞു കിട്ടുമെന്നേ. കേക്ക് നാക്ക് നമ്മളെ അറിയാനും മനസ്സിലാക്കാനും ഒരു ഹൃദയമുണ്ട്. അത് തന്നെയാണ് സ്വർഗം. ഈ കീടാണുക്കൾ ബാധിച്ചാലേ നല്ല ഒന്നാന്തരം മരുന്നടിച്ചും കളഞ്ഞേക്കണം. അതിനല്ലയോ തുരിശ്. ആ പറഞ്ഞപ്പോൾ മാറിപ്പോയതടി. എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ, നിൻ്റെ മനസ്സിലേ വേണ്ടാത്തതെല്ലാം കൊണ്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. കുഞ്ഞാതി ഇതെല്ലാം അങ്ങ് മനസ്സിൽ നിർത്തി കളയണം. ഏതാ ആ തിളച്ച് മറിയുന്നതെല്ലാം കൂടെ? അത് പോകുമ്പോൾ തന്നെ കിട്ടും സ്വസ്ഥതയും സമാധാനവും. ആ, എനിക്ക് മനസ്സിലാവൂടി വച്ചേ നിൻ്റെ അവസ്ഥ. മറ്റുള്ളവർക്ക് നിസ്സാരം തോന്നുന്നതൊക്കെ നമുക്ക് തീരാവേദനയായിരിക്കും. നിൻ്റെ ജീവിതത്തോട് തന്നെ നിനക്കൊരു വിശ്വാസം ഉറപ്പൊക്കെ അങ്ങ് വേണമെന്നേ. അല്ല, അതുകൊണ്ടത് എനിക്കറിയാം. നീ മിടുക്കിയാണല്ലോ. ചിലപ്പോൾ നാളെ നീയെ ഞാൻ പോലും കാണാത്ത അറിയാത്ത അത്രയും ദൂരെയായിരിക്കും. അപ്പോഴും നിൻ്റെ ധൈര്യമൊന്നും കളയില്ല ഒരിക്കലും. അയാളുടെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയപ്പോഴും ഞാൻ ഡാനിച്ചായൻ്റെ മുന്നിൽ എത്തുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇറങ്ങിയത്. എന്തോ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒരാളെ തന്നോടായിരുന്നു. ഇവിടുന്ന് പോകണം, ഇനിയും ജീവിക്കണമല്ലോ. ആരില്ലെങ്കിലും ദൈവം ഉണ്ടാവും. എന്നെ കണ്ടിട്ട് അതെങ്കിലും ഞാൻ അറിയിക്കണമല്ലോ ഡാൻസായ. എനിക്ക് തിരിച്ചൊന്നേ പറയാനുള്ളൂ, ഉള്ളിൽ ഒരുപാട് നേർന്നുണ്ടെന്നറിയാം. ഇതിനെക്കുറിച്ചാണെന്നൊന്നും എനിക്കറിയില്ല. എന്താണേച്ചാലും ആയിക്കോട്ടെ, അത് തിരുത്തണം. ഡാൻസായ, നമുക്ക് പോവാം. പോവാം. എന്നാ വാ. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ് റിക്കി. വാ ഇരിക്കേ. റസിയ, 2 കോഫി കൊണ്ടുപോവാ. ഞാൻ എബിനെ വിളിക്കാം. ആ ചാച്ചേ. ആ
ആ അതെ എബി വന്ന്. എബി ഇത് റിക്കി സേവിയർ. ഹലോ എബിൻ. ഹലോ. ചാച്ച പറഞ്ഞ ആ അതെ അതെ. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാച്ച. എന്നോട് വിശേഷമൊക്കെ? ആ ഇച്ചിരി ദുഃഖത്തില. ഒന്ന് സുഖമാണെങ്കിൽ എബിൻ ഒന്ന് സഹകരിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എബി, കാവുങ്കലെ 2 മാസമായി ഞാൻ ഇവനോട് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ റിക്കി, ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് ബനാറസുകാരോട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ തീർക്കാതെ പറ്റിയല്ലായിരുന്നു. സാർ. ആ വാ റിക്കി, കുടിക്ക്. കാര്യത്തിലേക്ക് കിടക്കാം. റിക്കി എബിയോട് തന്നെ പറഞ്ഞോ. ഓക്കെ സാർ. എബിൻ, ഇതെൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫയൽസാണ്. ഓക്കെ, ഞാനിത് സ്റ്റഡി ചെയ്തിട്ട് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. മതി. ഓ, ഈ ഡിസൈൻസ് ഒക്കെ ചാച്ച ഇത് നോക്കിയേ, യൂണിക് ആയിട്ട് തോന്നില്ലേ? ആ അതൊക്കെ ചെയ്തത് ഡിസൈൻ ബൈ മിഹാലിൻ ഡൊമിനിക്. യെസ്, മിയാൽ ബ്രൈഡൽ ഫൗണ്ടർ, ഓസ്ട്രേലിയ. വാ, ജിയോമെട്രിക് പാറ്റേൺസ് വിത്ത് പ്രൊക്കാറ്റോ. എക്സലൻറ്റ്. അതെ അതെ, എൻ്റെ പെങ്ങടെ മോള. ഓ, കൊള്ളാം. എനിവേസ്, ഗുഡ് ടു സീ യു മിസ്റ്റർ റിക്കി. എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് നോക്കിയിട്ട് പറ. ഞാൻ വിളിക്കാം, ഉറപ്പായിട്ടും വിളിക്കും. ഓക്കെ സാർ, കാണാം. ഓക്കെ. എബിൻ വിളിക്കും. മിഹാലിൻ ഡൊമിനിക്. കൊള്ളാമല്ലേ ചാച്ചേ? പ്രായമുള്ള ആളാന്നോടാ കൊച്ചേ? ഓ, അല്ലെന്ന് തോന്നുന്നു, ചെറുതായിരിക്കും. ആ റിക്കിയുടെ പെങ്ങടെ മോളല്ലോ. ആ നോക്കി വെച്ചേരെ. നിനക്ക് വർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആളെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. ആദ്യം ഞാൻ ഈ ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. മിഹാലിൻ ഡൊമിനിക്. ശരി ചാച്ചേ, ഞാൻ ഒന്ന് ചെല്ലട്ടെ. കുഞ്ഞ് 20 അല്ല 40. 20 ഉള്ളൂ. കുഞ്ഞ് കോളേജ് പഠിക്കാൻ ഇവിടെ വരെ 40 രൂപയാ. ചേട്ടന് ഞാൻ വൈകിട്ട് GPay ചെയ്യാം. ഓ അതൊന്നും പറ്റുകയല്ല. ആ കൊച്ചിന്റെ കൈ കാണും. പോയേച്ച് വേറെ ഓട്ടം ഉണ്ട് കുഞ്ഞെ, വേഗം താ. അവളുടെ കയ്യിൽ ഇല്ല ചേട്ടാ. എൻ്റെ 10 രൂപ അവളുടെ 10 രൂപയും കൂടെ കൂട്ടിയാ താടിച്ചേട്ടന് തന്നത്. വൈകിട്ട് GPay ചെയ്യാം. ചേട്ടന്റെ താടിയാണേ സത്യം. ചോച്ചേ, ഞാൻ താടിക്കാരനൊന്നും അല്ല. പിന്നെ ഞങ്ങൾ ഇതും കൊണ്ടൊക്കെയാ ജീവിക്കുന്നത്. കളിക്കാതെ പൈസ എടുക്കാൻ നോക്കും. ചേട്ടന് വിശ്വാസമില്ലേ? ഫേബാച്ചിയുടെ വീട്ടിൽ വന്നാൽ മതി. ഏത് ഫേബാച്ചി? അല്ല ചേട്ടാ, ഇവിടെ വീട്ടിൽ വന്നാൽ മതി. വാച്ചിയുടെ. ഏതച്ചിയുടെ എന്തെങ്കിലും പൈസ തരാൻ? താടിക്കാരൻ ചേട്ടൻ എന്നാത്തിന് ഇത്ര ദേഷ്യം? ഞാൻ പാലക്കിലയാ, പാലമറ്റത്തെ. പാലമറ്റത്തെയോ? ദേ, പാലമറ്റത്തെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയുണ്ടല്ലോ, പിടിച്ചു ജയിലിലിടും. ഈ വാച്ചി താടിയോട് എന്നാ പറഞ്ഞാലും വിശ്വസിക്കത്തില്ലേ? ചേട്ടാ, തലേ തൊട്ട് സത്യം ഇടാം, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും വേറെ ഇല്ല. ഞങ്ങൾ 20 രൂപയാന്നാ വിചാരിച്ചേ, അതാ. ഞാൻ നമ്പർ തരാം, നിങ്ങളുടെ നമ്പറും തരണം. 4 മണിക്കുള്ളിൽ 20 രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിക്കണം. താങ്ക് യു. ഷോ, പാവം ചേട്ടൻ വേറെ ആരെങ്കിലും വരുന്ന സമ്മതിക്കത്തേ ഇല്ല. ഡാനി പിന്നെ എനിക്ക് പൈസ ഒന്നും അയച്ചു തന്നില്ല, അതുകൊണ്ട് 20 രൂപ വെറുതെ പോയി. ഇവാച്ചി നമ്മളിപ്പോ എങ്ങനെ തിരിച്ചു പോകുന്നേ? ഡാനിച്ചിനെ വിളിച്ച് പൈസ ഇടാൻ പറയാം. എന്നാ ഇപ്പൊ വിളിച്ച് പറ. അയ്യോ, അകത്ത് കയറിയിട്ട് മതി, അതാണെ വണ്ടിയുടെ ഒച്ചയൊന്നും കേൾക്കത്തുമില്ല. എന്നാ വലിയ ആശുപത്രിയാണോ? ഈ സാർ എവിടെ ആയിരിക്കും? ഈ വാച്ചി എനിക്ക് പേടിയാകുന്നടി. നമുക്ക് പോകാം, മമ്മി അറിഞ്ഞ വഴക്ക് പറയും. ഓ, ഈ കൊച്ചിനൊരു ധൈര്യം ഇല്ലല്ലോ. എന്നെപ്പോലെ സ്ട്രോങ് ലേഡിയാകും. ചാച്ചൻ വഴക്ക് പറയുമ്പോൾ മുള്ളി പോകുന്ന ആളാ. ഓ പിന്നെ ആർക്ക് പേടി? പിന്നെ എന്നെ തല്ലിയാലോ നോർത്തിട്ടാ. പിന്നെ എന്നെ കളിയാക്കിയുണ്ടല്ലോ. എന്നാ നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ തിരിച്ചു പോവാം. ഫെബച്ചി ഞാൻ ചുമ്മാ പറഞ്ഞാടേ. വീട്ടിൽ ചെല്ലുമ്പോൾ തല കാണുകയില്ല. എന്നതോ നീട്ടി ക്ലാസ് അടച്ചിട്ടേ, വളരെ ശരിയാവത്തില്ല. അയ്യോ, എന്നെ ചെയ്യാമീ മോന്തെ ഒന്ന് നോക്കി. പഴുത്തളിഞ്ഞ ചൊക്കപ്പഴ പോലെയുണ്ട്. എന്നാടി? എനിക്ക് 100 രൂപ അയക്ക്. എന്നാ ഇപ്പം 100 രൂപ? നീ ഇപ്പൊ എവിടാ?
ഡാനി പൊന്നാണോ ചക്കര ഡാനിച്ചനാണോ? അയ്യോ ലിപ്പിക്കല്ലേ കുഞ്ഞോളെ. കാര്യം പറഞ്ഞേ. അത് എൻ്റെ സാർ ഐസിയുയില്ല, ഒത്തിരി ക്രിട്ടിക്കലാ. ഒരു സ്റ്റുഡൻ്റ് അല്ലേ ഞാൻ, അപ്പം എന്നേലും ചെയ്യണ്ടേ ഡാനിച്ച? ഓ, 100 രൂപയ്ക്ക് ഐസിന്ന് രക്ഷിക്കാനാണോ? ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ആ ശരി ശരി, എവിച്ചായനല്ല ഡാനിച്ചായൻ. ഞാൻ 200 രൂപ ഇട്ടേക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും പോകത്തില്ല. ഞാനിപ്പോ കോളേജിന്റെ അകത്തിരിക്കുക. അതിനകത്ത് തന്നെ കള്ളത്തരം ഉണ്ടല്ലോടി, കൊള്ളതാന്നല്ലോ. ആ എന്നെ നിനക്ക് വിശ്വാസമില്ലല്ലേ? ഇല്ല, ഒട്ടുമില്ല. പോടാ പന്നെ. എന്നതേ പാലമറ്റത്ത് ഓഫീസിനകത്തിരിപ്പുണ്ട്. ശരി, ഞാൻ വണ്ടി ഓടിക്കുക. നിർത്തിയേച്ച് ഞാൻ ഇട്ട് തരാം. വേഗം വിട്. ഇവയാണോ വിളിച്ചേ? അല്ല, എൻ്റെ അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മയുടെ ഇത്ര നേരം സംസാരിച്ചേ? ആ കേട്ടിട്ട് അപ്പൂപ്പനാന്ന് തോന്നിയോ? ഇവയാടി വിളിച്ചേ, കുഞ്ഞോള്. ആദ്യം ചോദിക്കുമ്പോ പറഞ്ഞാ എന്താ? എന്താ വെച്ചാൽ നല്ല രസമുണ്ട് സംസാരം കേൾക്കാൻ. ഉടായിപ്പിന്റെ ആശാത്തിയാ. മെഡിക്കൽ സ്റ്റോറിൽ കയറണമല്ലോടി. കുളിക്കുന്നതിന് മുമ്പ് നിനക്ക് കെട്ട കഴിക്കണ്ടായോ? പിന്നെ നിനക്ക് മരുന്നും വാങ്ങാനുണ്ട്. നീ ഇതിനകത്ത് ഇരുന്നോളൂല്ലോ, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ഇത് പുണ്യം ചെയ്തിട്ടാ ഇങ്ങനൊരു മനുഷ്യനെ കണ്ടോട്ടിയത്. മനുഷ്യനല്ല, ദൈവം. വേറെന്ത് സാധനം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് കൊടുക്കുക? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവില്ല കൃഷ്ണ? മനസ്സിലാവില്ല. ഞാൻ പറയണതൊക്കെ അവിടെ ഇരുന്ന് കേട്ട് ചിരിച്ചാൽ മതിയല്ലോ. എൻ്റെ സ്ഥാനത്ത് നിൽക്ക്. ആ കണ്ണുകളിൽ നിറയെ ഇങ്ങനെയുള്ള കാര്യത്തില. ആ ചേച്ചി ഒത്തിരി ബാക്കിയുള്ള ആളല്ലേ. നഷ്ടപ്പെടുത്താണ്ടിരുന്നാൽ മതിയാവും. നഷ്ടപ്പെടുത്തിയച്ചാൽ അതിലും വലിയ വീഴ്ച ഉണ്ടാവില്ല ആൾക്ക്. ഇന്നലെ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തോ ഒരു സ്വരച്ചേർച്ച എനിക്ക് തോന്നി. എന്തോ കഷ്ടപ്പെട്ട് വേണ്ട തോന്നലാവൂല്ലേ? പാവ. ഈ കാറിലൊക്കെ എന്താ മണല്ലേ? മമ്മി, അപ്പയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇയാനെ അതല്ല. എന്റെ ചോദ്യം ഇതാണ് മമ്മി, അപ്പയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ലുക്ക് മമ്മി, ഞാൻ എന്നേക്കുമായി ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ. നീ പറഞ്ഞു വരുന്നത് അപ്പയാണോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണോ? അല്ല മോനെ, ആ കുട്ടി വന്ന സമയത്ത് അപ്പ wasn't there. ട്വിങ്കി അവോയ്ഡ് ചെയ്തു. അപ്പയ്ക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നില്ലേ മമ്മി? നീ അപ്പയോട് സംസാരിക്കും മോനെ. യു വിൽ ഗെറ്റ് എ ക്ലിയർ ഇമേജ്. അതില്ലാതെ നീ അപ്പ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. നമുക്ക് വേണ്ടിയല്ലേ അപ്പ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്. ഐ എം നോട്ട് ബേബി എനിമോർ. വ്യക്തമായിട്ടറിയാം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞ ട്രാഷ് അതവൾ. ഇവ വാ. അയ്യോ, സാറിന്റെ കാല് നോക്കിക്കേ. സോറി സാർ. ആഹാ, ഒടിച്ചാൾ ഇപ്പോഴാണ് സോറി ചോദിക്കുന്നത്. സാറ് ചാച്ചനോട് പറഞ്ഞില്ലല്ലോ. താങ്ക്സ്. ഹെബിനോട് ചോദിച്ചായിരുന്നു. അല്ല, ഇത് നിന്റെ സ്റ്റുഡൻസ് ആണോ? ഇവളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെയും പേരെന്താ? ഞാൻ ഇവ മറിയ മാത്യു, ഇവള് ഫേബാമോൾ ജോൺസൺ. സാറിന്റെ മമ്മിയാണോ? അതെ, മമ്മിയാ. സുന്ദരിയ. നിങ്ങളിരിക്കും, ഞാൻ ജ്യൂസ് പറയാം. എന്താ നിൽക്കുന്നത് ഇവ? രണ്ടുപേരും ഇരിക്ക്. ഫേബ ഇവയുടെ ക്ലാസ്സിലാണോ? അതെ സാർ, പള്ളിയിൽ ഒരുമിച്ചാ. പിന്നെ ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. ഇന്നലെ ആശയം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നെ എന്നെ കൂട്ടാതെ വന്നതാ സാർ? ഞാനപ്പോ ആലോചിച്ചു ഇവയെ കണ്ടില്ലല്ലോ എന്ന്. ശരിക്കും ആലോചിച്ചോ? ആ, നിങ്ങൾ രണ്ടൊരു പേരല്ലേ, അപ്പൊ അവൻ വന്നപ്പോ നിന്നെ കണ്ടില്ല. അത് ഡാൻസിന് മാത്രമാ. സാർ, ഡോക്ടർ എന്നാ പറഞ്ഞു? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, അല്ലേ പെട്ടെന്ന് മാറത്തില്ലല്ലോ. മമ്മി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ സഹായത്തിനോടൊരു ആന്റിയും കൂടെ ഉണ്ട്. നാളെ ഡിസ്ചാർജ് ആകും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അല്ലേ ഇവ? ആ പിന്നെ വാ, ഒരു അത്യാവശ്യ കാര്യം കൂടിയുണ്ട്. ഇന്നലെ അശ്വിൻ വന്നപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാ. അശ്വിനോട് നീ ഒന്ന് പറയണം, നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും നമ്പർ കളക്ട് ചെയ്ത് എനിക്കൊന്ന് അയക്കാൻ. ഞാൻ ചെല്ലുമ്പോ തന്നെ പറയാം. നിന്റെ നമ്പർ കൂടെ തന്നിട്ട് പോയാൽ മതി.
നിന്റെ ഉണ്ട്. സാറ് റെസ്റ്റൊക്കെ എടുത്തോ, എന്നിട്ട് മതി. പെട്ടെന്ന് സുഖമാകണേ. മനസ്സും ശരീരവും ഒരുപോലെ സുഖമായിട്ടിരിക്കണം. എവിടുന്ന് കിട്ടി? മമ്മി ഇന്നലെ പറയുന്ന കേട്ടു. സർ, ഞാനും വിചാരിച്ച് ഇവക്ക് എവിടെ ഇതൊക്കെ കിട്ടിയെന്ന്. കുപ്പാച്ചി, പിന്നല്ലയോ, ഒന്നുമില്ലെങ്കിലും ഞാൻ 2-2.5 മാസമായിട്ട് കാണുന്നതല്ലേ ഇവനെ. ഞാൻ സാറിനെ ആശ്വസിപ്പിക്കാനാ പറഞ്ഞേ. കുടിക്കു മക്കളെ. കുടിച്ചിട്ട് വേഗം പോണം. പോവാം. സമാധാനമായിട്ട് കുടിക്കേ. സർ, മേ ഐ? ഇതന്നെ 3 പേരും കൂടെ. സർ, മിസ് സേറ സക്രിയ ആ ഇഷ്യൂ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ. 1 സെക്കൻഡ്. ക്യാബിലോട്ട് വാ. പറ. സാർ, ഇന്നലെ നടന്ന ഇഷ്യൂവിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഡാനി സാറിനാണെങ്കിൽ കൃത്യമായിട്ട് അതറിയാം. എന്നാൽ 3 പേരും ക്യാബിനിൽ നിന്ന് പുറത്തു ചെന്ന് ഡാനി സാറിനോട് കാര്യം പറ. Get out of my cabin. സർ, Get out. സർ. കയറുക. മിസ്റ്റർ റിക്കി സേവിയർ, കാവങ്കൽ അപ്പാരൽ ഇൻഡസ്ട്രീസ്, മോസ്റ്റർ ഓഫ് എക്സ്പോർട്ടിംഗ്. പിന്നെ അതിനകത്ത് വേറൊരു ഫയലുണ്ട്, അത് ശാന്തിയെ കാണിക്കണം. ഷീസ് എ ബ്രൈഡൽ കൺസൾട്ടൻറ്റ്, മിസ് മിഹാലിൻ ഡൊമിനിക്. ഒന്ന് ചെക്ക് ചെയ്യാൻ പറ, ഒരു കൊളാബറേഷന് സാധ്യത ഉണ്ടോ നല്ലതാണ്. ഓക്കെ. Sir, you can check the CCTV. We are completely disappointed in Sarah Sakriya. First, sorry for Rahim. ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടില്ല. അതുകൊണ്ട് ആത്മാർത്ഥതയോട് തന്നെയാണ് സർ ചെയ്യുന്നത്. Come to the point. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാനും റഹീമും ചെയ്തപ്പോഴും സെക്കൻഡ് ഇൻ്റർവ്യൂ നടന്നപ്പോഴും ഷി വാസ് വെരി അക്വേറ്റഡ് ആൻഡ് ബോത്ത് ഇൻ്റർവ്യൂസ് വെയർ ട്രൂലി പ്രൊഫഷണൽ. ഐ മീൻ ഷി ഹാഡ് സിറ്റുവേഷൻ പ്രൊഫഷണലിസം. പക്ഷെ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ മാത്രമാണ്. സർ, ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചു. ചോദിച്ചപ്പോൾ വല്ലാതെ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. വേസ്റ്റ് ചെയ്യാൻ എൻ്റെ ടൈമില്ല. സർ, ജസ്റ്റ് 5 minutes പ്ലീസ്. കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടിരുന്ന സാറിനെ ബോധ്യപ്പെടുത്തണം. സർ, ഇറ്റ്സ് ടോട്ടലി മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സാറിൻ്റെ ഭാഗത്തുനിന്നും അല്ല, ആ കുട്ടിയുടെ ഭാഗത്തു നിന്നാണ്. ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, മിസ് സേറ സക്രിയും അവരുടെ ഫ്രണ്ടും. എക്സ്ക്യൂസ് മീ. അതായത് ഷി വാസ് ട്രൈങ് ടു സീക്കിംഗ് ദ ബോസസ് ഫേവർ. നോട്ട് ഓൺലി ഫേവർ, ഓൾസോ സ്വീറ്റ് ടോക്സ്, അറ്റൻഷൻ. സാറിന് മനസ്സിലായി കാണുമല്ലോ. സർ, പോയിന്റ് ഇതാണ്, അവരെ ഇമ്പ്രസ് ചെയ്താൽ നല്ല ജോലിയും നല്ല സാലറിയും കിട്ടുമെന്ന്. അപ്പം എൻ്റെ അപ്പനായിരുന്നു നമ്മൾ കയറി ഉണ്ടാക്കുമായിരുന്നോ? ഇനി അവളെ ഈ പരിസരത്ത് കൊണ്ടുപോയേക്കല്ലേ. ഓക്കെ സർ. ശരി സർ. നിങ്ങൾ വെക്കോ. ആ കുട്ടിക്ക് മര്യാദയ്ക്ക് എന്തിരുന്ന നല്ല ജോലി കിട്ടില്ലായിരുന്നോ? അത്രയ്ക്ക് ബോധമില്ലേ? 1 minute, സാറ് വിളിക്കുന്നു. സർ, വന്നേ. ഷിക, യൂണിറ്റിലോട്ടേ ഒരു കൊച്ചിൻ്റെ CV ഞാൻ കണ്ടായിരുന്നല്ലോ, ഒരു നോർത്ത് ഇന്ത്യൻ. നോർത്ത്, അത് നെക്സ്റ്റ് ഫ്രൈഡേ നടക്കുന്ന ഇൻ്റർവ്യൂലേക്ക് ഡേറ്റ് കൊടുത്തു സാർ. ആ കുട്ടിക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത എന്തോ ഇഷ്യൂ. എന്നാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തേരെ. ഓക്കെ സാർ. എന്നാ ഉറക്കവാ? ഒരുപാട്. നിങ്ങൾ വലിയവനാ ദൈവത്തിൻ്റെ മുമ്പിൽ. എൻ്റെ മുമ്പ് നിങ്ങൾക്കിത് 1000 പേരിൽ ഒരാൾ പറയുന്ന വാക്കുകൾ മാത്രമായിട്ടും ബലഹീനയായിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും അത് മുതലെടുക്കാത്ത നിങ്ങൾ വലിയവനല്ലേ ഡാനിച്ചായ? എൻ്റെ
കേരള പാടാവലി കൊച്ചേ, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. എന്ത് സാധനം വേണ്ടി നീ 2-3 ദിവസം കൊണ്ട് എത്ര സോറിയാ പറയിപ്പിച്ച്. പക്ഷെ നിന്റെ മുമ്പിൽ തോക്കുമ്പോൾ ജീവിതത്തിൽ ജയിക്കുന്ന പോലൊരു തോന്നല. കൊത്തവൻ ഞാൻ എന്നതൊക്കെ പറയുന്നത്. ഡേ എനിക്ക് വീടെത്തി. ഡേ വീടെത്തി. ഓ വായിക്കൂടെ തേനൊഴുകുന്ന നോക്ക്. ബോധമില്ലേ കൊച്ചിന് ഉറങ്ങുമ്പോ. എന്താ സ്വഭാവം മൂത്ത് നോക്കി ഒന്നും പറയണം. വാ ഇറങ്ങ്. പുറത്തിനാണല്ലോ ചെരുപ്പ്. എൻ്റെ ഷൂവിൻ്റെ കൂടെ അവിടെ ഇട്ടേ. അകത്തിനാണല്ലോ കവറിനകത്ത് ഇരിപ്പുണ്ടല്ലോ, അങ്ങ് എടുത്തേച്ചാൽ മതി. രായിലല്ലേ, തണുപ്പായിരിക്കും. എന്നാ ഒന്നുമില്ല. പിന്നെ ഓ അങ്ങനെ സംഗതി അതാ. അതിനിപ്പി എന്നാ, ഞാൻ കളിയാക്കിയതൊന്നും അല്ലല്ലോ. നിനക്ക് ഉറങ്ങുമ്പോൾ അല്ലേലും ബോധമില്ല. അതെനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായതാ. ഓർക്കുന്നുണ്ടോ എറിഞ്ഞു പൊട്ടിച്ചതൊക്കെ? ഞാൻ നല്ല ഉറക്കമായിരുന്നു. സൗണ്ട് കേട്ടേച്ച് വന്ന് നോക്കിയപ്പോൾ എന്നാ ഒരു ജഗ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നു. ഞാനോ? അല്ല, എൻ്റെ അപ്പൻ. പേടിച്ച് കരഞ്ഞ് സ്വപ്നം കണ്ടാന്ന് മനസ്സിലായി. തലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിച്ചേക്കുക. അത് വൃത്തിയാക്കാൻ പറ്റ പാട്. ഞാനങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴാണ് നീ എണീറ്റിരുന്നെങ്കിലേ കാലെ കൊണ്ടങ്ങനെ കയറത്തില്ലയോ? അല്ല, ഇത് സ്ഥിരം പരിപാടിയാണോ ഈ ഞെട്ടലും പേടിയും സ്വപ്നവും ഒക്കെ? സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായച്ചാ കേറി അതല്ലേ പറയാൻ വരുന്നേ. ഇത് കേട്ട് എൻ്റെ ജീവിതം പോലും ഞാൻ വെറുത്ത്. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. ഇന്ന് രാവിലെ നീ സ്വപ്നം കണ്ട് ഞെട്ടി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ കഴിഞ്ഞു പോയതൊക്കെ ഓർത്തിട്ടാണോ എന്നെ ഇന്ന് രാവിലെ കണ്ടേ? അങ്ങനല്ല. ഇന്ന് രാവിലെ എന്തോ നല്ല സ്വപ്നം കണ്ടേ. ചീത്തയും കാണും നല്ലതും കാണും. ഒരിക്കലും നടക്കാത്തൊക്കെ കാണണേ. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും. ഇന്ന് രാവിലെ കണ്ട പറഞ്ഞാൽ ചിരിക്കും. എനിക്ക് തന്നെ നാണം വരണം. അങ്ങോട്ട് വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നാലും എന്തോ ഒരു കാറിൽ പോയി ഇറങ്ങണം. ഈ കുഞ്ഞിടുപ്പൊക്കെ കേട്ടിട്ട് സത്യം ഞാൻ അറിഞ്ഞുകൊണ്ട് കാണണമെന്നല്ല കേട്ടോ, അറിയാതെ വരണയാ. എനിക്ക് ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതി. ഇനി അങ്ങനെ അങ്ങ് പറഞ്ഞാ മതി. മനസ്സിലായി? ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും അല്ല വിചാരിച്ചേന്ന്. ഈ രാജനോട് ഒന്നും പറയാൻ പറ്റില്ല. ഒക്കത്തിനും കളിയാക്കും. കുഞ്ഞുടുപ്പ്, കാറ് നോക്ക്. പറഞ്ഞും പോയി. ഞാൻ ഇനി പറയില്ല ഒന്നും. നോക്കിക്കോ. എന്തായാലും കൊള്ളാം. എന്നല്ല എന്നെ കൃഷ്ണ, ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ഒരവസരം കൂടി തന്നേച്ചാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ജീവിക്കണം. പിന്നെ ഞാൻ കാണാതെ പോയ എടി പെണ്ണെ ഇങ്ങോട്ട് വാ. Yeah, am I right like it? Yeah, no. എന്താ അപ്പ? You feeling alright, honey? Yeah, അപ്പ I'm as good as gold. മതി. സോണി മോനെ അറേഞ്ച്ഡ് അല്ലേ? എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കളക്ഷനിൽ നിന്നാണ്.
അത് കേഴ്സി ഇൻഫോം ചെയ്തിരുന്നു. So, he is here. കേഴ്സി? Neha ma'am, shall we move? യാ. അപ്പ ചെല്ല്. Good evening, Nihal ma'am. Good evening for coming in tonight. Good evening. Thanks for having me. Congratulations, welcome. Cheers, thanks. I'm stoked to be up here. Yeah, always. Australia 2025. Nihal and Dominic. This is Mihail and Dominic. Hello, Dominic. My life is rough. Around in my life is burning out. Impression is a bit of a mishmash, and there's a lot of different things going on. And the bride's feeding are very mixed up, and there is classical modern country. Everything goes, and the lighting is very dramatic. നിനക്കെന്നാ തോന്നുന്നേ? സാമ്പിൾസ് എല്ലാം ഹൈ ക്വാളിറ്റി. ഈ റിക്കിയുടെ അപ്പനാരായിരുന്നു ഈ സംഭവം നടത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഇടകൊണ്ട് അങ്ങാണ്ട് റിക്കിയത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. പക്ഷിയുടെ സ്റ്റാർട്ടപ്പിലേ നമ്മളുമായിട്ടൊരു കോൺടാക്റ്റിന് താല്പര്യം ഉണ്ടായിരുന്നു. അത് പപ്പയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് 2-3 മാസമായിരുന്നേ. പപ്പ അന്ന് എന്നോട് പറഞ്ഞതാ, നമ്മളെ മറ്റേ ഓൾറെഡി ബനാറസുകാരുമായിട്ടൊരു കോൺട്രാക്റ്റ് കിടക്കുമ്പോൾ അങ്ങനെ. ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ എന്നായിരുന്നു മാത്യു സാർ പറഞ്ഞിട്ടേ സ്റ്റേറ്റ്സിൽ നിന്നൊരു വെഡിങ് പാർട്ടി വന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. മറ്റേ 4 ലക്ഷം അല്ലയോ? യെസ്, അന്നത്തെ ബ്രീഫിങ്ങിൻ്റെ ഇടയിലാണ് പറഞ്ഞത്. എന്തായാലും സാമ്പിൾ സ്റ്റേക്ക് ചെയ്തതിൽ ബനാറസുകാർ മാറി നിൽക്കും. നിനക്കങ്ങനെ തോന്നിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്നാലും ഒരു മെയിൽ അയക്കുക. ഞാൻ ഉഷ്ടിച്ചതിൽ വേറൊരു ഫയൽ കൊടുത്തിട്ടായിരുന്നല്ലോ. കിട്ടി. ഞാൻ അതിൻ്റെ കാര്യം കൂടെ പറയാനാ ഇറങ്ങി വന്നത്. എന്നിട്ട് Of course I was so surprised. എൻ്റെ ഭഗവാനെ, not only the quality of fabrics, pattern, outculture, hand beater, rare and rarest. ഞാനത് കണ്ടപ്പോൾ തന്നെ കക്ഷി സെർച്ച് ചെയ്തു. മിസ് നിഹാൽ ആൻഡ് ഡൊമിനിക് അല്ലേ? Again I'm surprised. She is 24. മാത്രമല്ല ഈ വർഷത്തെ GBA അവാർഡ് വിന്നറാ. ദേ ഇതാണ് കക്ഷി. പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ പോലും അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ ഒരു വിധത്തിലാണ് കണ്ടുപിടിച്ചത്. ഇത് അവരുടെ വെബ്സൈറ്റ്സ്. This is award-winning collections. കൊള്ളാമെന്നോ? കൊള്ളാമെന്നല്ല, അബ്സല്യൂട്ട്ലി സ്റ്റണിങ്. ദാറ്റ്സ് വൈ ഷി ഗോട്ട് ദ അവാർഡ്. ഈ ഗോണ്ട് സമ്മതിക്കുന്നില്ലല്ലേ? അത്രയും വലിയ ആളെ നമ്മുടെ കമ്പനിയിലൊക്കെ കിട്ടുമോ? മുടക്കാൻ തയ്യാറാവണം. പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. മതി. നീ ചെന്നിട്ടൊരു ഔട്ട്ലൈൻ റെഡിയാക്കുക. ആ ബനാറസുമായിട്ട് റിന്യൂ ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഫ്രീ ആകുമ്പോൾ മുകളിലോട്ട് വാ. കുറച്ച് സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ. ഇതല്ല നിൻ്റെ ഡ്രസ്സാണ് കേട്ടോ, ഇതെൻ്റെ. ഞാൻ ഈ 2 ഇട്ടുകൊണ്ടാണ് ഈ 2 ദിവസം നടന്നേ. നിന്നെ പോലെ കുളിക്കാതിരുന്നില്ല.
ഞാനിന്ന് കുളിക്കൂല. ദേ പെരക്കകത്തിട്ടുള്ള ചെരുപ്പ്. ഇനി ചെരുപ്പില്ലാതെ നടന്നേക്കില്ല, തണുപ്പാ കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇത് നിൻ്റെ മരുന്നും വെച്ച് കേട്ടുള്ളതൊക്കെ. പിന്നെ ഇത് നിനക്ക് ആരാണ്ട് വേണമെന്ന് പറഞ്ഞില്ലേ? എന്താ ഇത്? പൊട്ടോ ചാന്തോ എന്നാണ്ട് വേണമെന്ന് പറഞ്ഞില്ലേ? നെറ്റി തൊടാനോ? കൃഷ്ണ, എന്നതാടി? ഇതൊക്കെ വാങ്ങി? അതൊക്കെ വാങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതാ. ഉത്സവത്തിനുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമല്ലയോടി. എന്നാലും വേണ്ടിയിരുന്നില്ല. മാത്രല്ല ഈ കെട്ടിയിരിക്കുന്നിടത്ത് എങ്ങനെയാ വെക്കുക? കേട്ടൊക്കെ ഇപ്പൊ അഴിക്കും കൊച്ചേ. കൃഷ്ണ, ഇതെന്താ? പിന്നെ എനിക്കറിയോ നിനക്ക് ഏതാ ഇഷ്ടമെന്ന്. കണ്ടതെല്ലാം കൂടെ അങ്ങ് വാങ്ങിച്ച്. പല കളറുണ്ട്, നോക്കിക്കേ. ദേ അതിനകത്ത് കളർഫുള്ളാ. വട്ടത്തിലെ നീളത്തിലെയും ചതുരത്തിലെയും എല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചേ ഇതിനൊക്കെ 100-200 രൂപയാന്ന്. ചോദിച്ചപ്പോഴല്ലേ 10 രൂപ, 20 രൂപ, 30 രൂപ. എന്താ അത് പോരുന്നുണ്ടോ? അതല്ലടി കൊച്ചേ. എന്നാലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. എപ്പോഴാ വാങ്ങിയേ? മോന്തയും വീർപ്പിച്ച് കാറിനകത്ത് ഇരുന്നില്ലയോ അപ്പോ. നല്ല കുട്ടി. അങ്ങനെ തൊട്ട് ശീലമുണ്ടാവും. എന്തോ പോലെയുണ്ട്. താങ്ക്സ്. എടി ടാൻസ് അല്ല ടാങ്ക്സ് പറഞ്ഞേ. ടാൻസ് അല്ലടി പെണ്ണെ. മനസ്സിലാവണുണ്ടല്ലോ, അത് മതി. ഞാൻ കുളിക്കട്ടെ. വെങ്കൊച്ച മോന്ത ഇങ്ങനെ വെക്കല്ലേ. തലല്ലേ കെട്ടയച്ചു തരാം. ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് മാത്രം എനിക്ക് കേട്ടാൽ മതി. പ്രതീക്ഷിച്ചത് കൂടിയില്ല. പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്ന എങ്ങനെയാ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് നല്ല വിലയുടെ ആണല്ലോ ഡാൻസായ. ഇങ്ങോട്ടൊന്ന് പറയോ ഒക്കത്തിനും കൂടി എത്രയായിരുന്നു ഒരു സമാധാനത്തിന്? അത് നീ അറിയണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. എങ്കിൽ മുറി വഴിക്ക്. കത്രിക വേണോ? വേദന എടുക്കൂലേ? പിന്നെ വേദന ഉണ്ടാകത്തില്ലേ? വേദനയൊക്കെ ഉണ്ടാകും. വേദന എടുക്കുമ്പോൾ കൈ അങ്ങ് മുറുക്ക് അങ്ങ് പിടിച്ചാൽ മതി. ചായ വീണതൊക്കെ അന്നേരം മരുന്ന് വെച്ചോണ്ട് ഒത്ത്. അല്ല ഇപ്പൊ കാണായിരുന്നു. ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ആനോ അത് പിന്നെ കാണിട്ടില്ലേ? ഇവിടെ അരിക്കട്ടെ. എന്നാ ഒന്ന് കൊഞ്ചുവാ. മാവനാരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. എന്നാ ഇതിനെ ഒന്ന് കൊഞ്ചിപ്പിച്ച് വെച്ചേക്കുമല്ലയോ? ഞാനിങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ആണോ? എന്നാ അവിടെ ഞാനേ ഈ പച്ചമുന്തിരി അങ്ങ് വെച്ചേച്ച് വരാം. കൃഷ്ണ, ഒരു അമ്മ എന്നെ ഇത്രയും നോക്കണുണ്ടെങ്കിൽ ആ കുടുംബത്തെ എങ്ങനെയായിരിക്കും നോക്കുക? എന്നിട്ടും കാര്യമുണ്ടെച്ച എനിക്ക് മനസ്സിലാവണില്ല. മൊത്തം അങ്ങ് അഴിക്കാം. ഇടി കൊച്ച കയ്യിലേയും കാലിലേയും എല്ലാം കൂടെ അങ്ങ് അഴിച്ചേക്കാന്ന്. എനിക്കാണെച്ചാ കൈ പൊക്കാൻ പാടില്ല, നല്ല വേദനയാണ്. നിന്നോട് അഴിക്കാൻ പറഞ്ഞു ഞാന്. അത് എനിക്കും അറിയാം നല്ല വേദനയാന്ന്. കാണിച്ചേ. പതുക്കെ അഴിക്കാവേ. കുളിച്ചേച്ച് മരുന്ന് വെച്ചിട്ട് കെട്ടാം. എന്നതാ ഇതിന്റെ കർത്താവേ. അനക്കല്ലേ എന്റെ പെണ്ണെ. സോറി. പതുക്കെ ഇങ്ങനെ അഴിച്ച് ഇതത്രയ്ക്കൊന്നുമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ നീറും കേട്ടോ. സോപ്പിടണ്ട അവിടെ നിന്ന്. കുറേ ദിവസമായിട്ട് ഇരിക്കുന്നതല്ലേടി. പറിച്ചെടുക്കുമ്പോൾ വേദന ഉണ്ടായിരിക്കും. കണ്ണടച്ചങ്ങിരുന്നു.
നോക്ക്. മറ്റേ കൈ കൊണ്ട് കാണിച്ചേ. എനിക്ക് അന്നേരം എന്തൊരു വേദനയാ. തലയിലേക്ക് അന്ന് കിട്ടി വെച്ചല്ലയോ? പതുക്കെ. ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ വേദന എടുത്തിട്ടില്ല. എനിക്കെന്റെ കൈയും കാലും നോക്കാനേ വയ്യ. കഴിഞ്ഞിടി, കഴിഞ്ഞു. തിരിച്ചെടുത്തല്ലോടി എന്റെ വയറ്. എന്നാ പിടുത്തോടി. സോറി. നിക്ക് നിക്ക. ഇന്നാ ഈ തലയണം കൂടെ പിടിച്ചോ. വേദന എടുക്കുവാന്നേലേ അതിലിരുന്ന് പിച്ചിക്കോ. എന്റെ വയറ്. നീ ഇത് മതി പറഞ്ഞോണ്ടിരിക്കും. നീ നോട്ടേത് കേൾക്കണം. എന്റെ വയറ്, എന്റെ വയറ്. എടി എന്റെ കീഴയിൽ നിന്ന് കുറുക്കുന്ന എന്നതിനാ? ഞാൻ കേക്കത്തില്ലയോ? കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞേ. എന്തിനാ ഉറക്കെ പറയണേ? എന്റെ അടുത്ത് തന്നെ ഇരിപ്പില്ലേ? ആഹാ, എന്നാലേ ഉറക്ക പറയണം. വലിയ ആള് കളിച്ചോണ്ടല്ലോ കൈയും കാലും പിടിച്ചോണ്ട് തിരിക്കും. എന്നിട്ട് അയ്യോ ഡാനിച്ചായ ഒന്ന് എടുക്കാതെ എന്ന് പറഞ്ഞോണ്ട് നടക്കില്ലേ? എന്നോട് ഇതിന്റെ നാക്കിനകത്ത് വായില്ലേ? പറയടി. എനിക്ക് പറയാനൊന്നുമില്ല. എന്താ നാക്കിലാണോ വായിരിക്കണേ? ആ, എന്റെ നാക്കിനകത്താ വാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയ കാര്യമായിട്ട് എനിക്കത് കുഴപ്പം. കുഞ്ഞി പിള്ളേരുടെയൊക്കെ ഒരു വിളച്ചിലേ. മൂത്തവരോടൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ മേല. 4 വയസ്സിന് മൂത്ത കേട്ടോ. ഓർമ്മ വേണം. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. പിന്നെന്തിനാ കുത്തി കുത്തി മിണ്ടാൻ പറയണേ? ഞാൻ മിണ്ടാണ്ട് തന്നെ ഇരിക്കായിരുന്നല്ലോ. 4 വയസ്സിന് മൂത്താണ്. കാലെ പിടിച്ച് കറക്കി കയറണമെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ. അവിടെ കാണിക്കേ. വൈരാഗ്യം തീർത്തല്ല കാലിൽ. ഉടക്ക കാലയില്. നീയല്ലേ നോക്കിയേ? ഞാൻ സന്തോഷം കൊണ്ട് നോക്കിയതാ. ആ, ഞാൻ സങ്കടം കൊണ്ട് നോക്കിയതാ. കുളിക്കുന്നില്ലേ? ഞാൻ ഇത്തിരി ഇരിക്കട്ടെ. ഡീ, ആരാടി ചിന്തു? ഞാനാ. നിന്റെ പേരാ? ആര് പറഞ്ഞു? എന്നാക്കേ? എവിടുന്നാണ്? ബാലേട്ടൻ ഇട്ടതാണോ? ബാലേട്ടൻ ഇട്ടതാണോന്ന് അതോ ഇന്ദു അമ്മയോ? ചിന്തു. എനിക്കിഷ്ടമായി. അച്ഛൻ്റെ അമ്മയുടെ പേര് ഓർമ്മയുണ്ടോ? ആ, വേണ്ടാത്തതേ ഡാനി മറക്കത്തുള്ളൂ. ഞാൻ ഓർക്കുമായിരുന്നേ ആരായി ചിന്തു എന്ന്. അതങ്ങ് കയറി കൊളുത്തി. കൊള്ളാം, ചിന്തു. എന്നെ അടുത്തറിയണവരൊക്കെ എന്നെ അങ്ങനെ വിളിക്കാറ്. അടുത്തറിയാത്തവരോ? എനിക്ക് പറയാൻ മനസ്സില്ല. ഇനി പോയി കുളിക്ക ചിന്തു മോളെ. ഞാൻ പോണില്ല. ആ, പോകുന്നില്ല. ഇവിടെ ഇരുന്നോ. ഇരിക്കുക തന്നെയാ. നിനക്ക് നാളെ വിളിക്കണേ നാറിപ്പുഴുത്തിരിക്കേ. ഒന്നും വേണ്ട, ഞാനിത് സഹിക്കണ്ടേ? ഞാൻ പറഞ്ഞു സഹിക്കാൻ. കൊച്ചെ എഴുന്നേറ്റില്ലെങ്കിൽ പൊക്കി എടുത്ത് ബാത്റൂമിൽ കൊണ്ടെറിയവേ. കൃഷ്ണ എറിയൂന്ന്. ആ, എറിയൂന്ന് പറഞ്ഞാ എറിയും. അപ്പൊ കീറ്റല്ലേ കേട്ടോ. പോയി കുളിക്കടി. എടി പെണ്ണെ, പോയി കുളിക്ക്. വിശക്കുന്നു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പ്ലീസ് ഡോണ്ട്. Hey, just shut up. ഇനി നീ ഒരിക്കലും അങ്ങനെ എന്നെ don't do that. അങ്ങനെ ഒരു അവതാരം ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞു. സോണി പ്ലീസ് ഒന്ന് പറ പ്ലീസ്. ഔട്ട്. അപ്പാ വേണ്ട. നോണം എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിലുണ്ടോ? നോ വേ. ഇനി ഒരിക്കലും എൻ്റെ ഇച്ചായൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കയറിയ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിലും you should understand that you are not even worthy of my hatred. Get lost.
Come on, all. Okay. Once again, congratulations. Most existing part of this entire business is the beautiful wedding dresses. We have them organized. So, let's end up this. May everyone moves forward and work well. Take care. ട്വിങ്കി ജിജി ആൻറ്റി കുറേ തവണ വിളിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഡോക്ടർ ആൻറ്റി വിളിക്കുമ്പോൾ കോൾ എടുക്കണമെന്ന്. ഞാനതിന് കണ്ടോ? നിന്റെ ഫോൺ സൈലന്റ് അല്ലേ? ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ഉടുപ്പ് കിട്ടി. ആരാ പറഞ്ഞേ വെറുതെ ആണെന്ന്? പിന്നെ ഇന്ദുമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെൺകുച്ചിനെ ഒരു അമ്മയുടെ പുറകെ അറിയിച്ചേക്കുള്ളെന്ന്. വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞു വിട്ടേ. ഞാൻ പിന്നെ ഇതൊക്കെ എന്നാത്തിന് ചെയ്യുവാന്നാ? എല്ലാം ബാലേട്ടൻ്റെ ഇഷ്ടത്തിനാ. പറയിപ്പിച്ചിരുന്നോ? എന്താ വിളിക്കണേന്നറിയോ? ബാലേട്ടാന്ന്. പിന്നില്ലേ കഴിക്കാത്ത എന്തൊക്കെയോ വാങ്ങിത്തന്നു. നല്ല രുചിയായിരുന്നു. പിന്നെതാ എന്നോട് പറയാണ്ട് ചോദിക്കാണ്ടും ഒരു സാരി, കുറേ ഉടുപ്പുകള്, നല്ല മണം. കുറേ വർഷമായില്ല ചിന്തു എനിക്കിങ്ങനെ പുത്തനൊക്കെ കിട്ടിയിട്ട്. എൻ്റെ കൃഷ്ണ, ഇന്ന് ഏതോ ദിവസം അടുക്കാറായോ? അങ്ങനെ ഇപ്പൊ ഒന്ന് അറിയാം. ചേനോട് ചോദിച്ചപ്പോരെ കുളി കഴിഞ്ഞിട്ട് ചോദിക്കാം. വെള്ളം വീഴുമ്പോൾ പേടിയാവണോ? നല്ല വേദനയും മുറിവിനൊക്കെ. രക്തത്തിന് എന്തൊരു വിലയാ. എൻ്റെ കൃഷ്ണ, ഞാനങ്ങ് ഒഴുകിപ്പോയി. മുഖത്ത് നോക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലിടണതൊക്കെ വാങ്ങിത്തരാന്ന് വെച്ചാ ഞാനെന്താ കാട്ടിയ? വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുക. 7-8 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ പുതിയതൊക്കെ വാങ്ങണേ. ഒത്തിരി നന്ദി. ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. കൂടി എല്ലാം മനസ്സറിഞ്ഞ് തരുന്നുണ്ടല്ലോ. നിങ്ങളോട് എനിക്ക് ബഹുമാനം മാത്രം. അയ്യോ, കുളിക്കാൻ കൊണ്ടുവേണല്ലോ. എന്താ ചെയ്യാ? ഇങ്ങനെ ചോദിക്കുക. ആ ചേച്ചിയോട് അറിഞ്ഞാൽ ചോദിക്കായിരുന്നല്ലോ. ഒരു പെണ്ണില്ലാത്തതിൻ്റെ അങ്ങനെ ഇപ്പം ചോദിക്കുക. എനിക്ക് ഉടുത്തു കുളിക്കാരും ഉണ്ടായിരുമോ? അയ്യോ, ചോദിക്കണെന്താ? ചോദിക്കാം. അവന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളുടെ പരാതികൾ ഒരിക്കലും തീർന്നില്ല. നീ ഇതുവരെ കുളിക്കാൻ കയറിയില്ലേടി? എന്താന്ന് വെച്ചാലേ എനിക്കൊരു കൂട്ടം വേണമായിരുന്നു. മുണ്ടുണ്ടോ? മുണ്ടോ? നീ മുണ്ടെടുത്തോണ്ടോ ഇങ്ങോട്ട്? മുണ്ടുണ്ടോ? പിന്നെ പീറ്ററെ വെല്ലുവിളിക്കാൻ മുണ്ട് കൊടുത്തോണ്ടല്ലേ പോകുന്നേ. അപ്പൊ ഇല്ലേ? വീട്ടിലുണ്ട്. ഇപ്പൊ എനിക്കുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്നാത്തിനാ? എനിക്കൊന്നും വേണമായിരുന്നു. എടി അതാ ചോദിച്ച എന്നാത്തിനാണെന്ന്. കൃഷ്ണ, എനിക്ക് കുളിക്കാൻ. നിനക്ക് കുളിക്കാൻ മുണ്ട് വേണോന്നോ? ഓ അങ്ങനെ. അതിന് നീ ഇപ്പൊ കുളിക്കുന്ന തോട്ടിലോ ആറ്റിലോ ഒന്നും അല്ലല്ലോ, ബാത്റൂമിലല്ലേ. എടി കൊച്ചെ, ബാത്റൂമിൽ നീ എന്നത്തിനാ ഉടുത്ത് കുളിക്കുന്നതെന്ന്? എൻ്റെ മണ്ടു കൊച്ചെ, എന്നെ കൊണ്ട് പച്ചയ്ക്ക് പറയിപ്പിക്കാതെ പോയി കുളിക്കാൻ നോക്ക്. ഇനി അങ്ങനെ കുളിക്കത്തുള്ളെങ്കിൽ സാരിയുടെ കൂടെ കണ്ട ഒരു പാവാട ഇല്ലയോ, അതെടുത്ത് കുളിക്കും. പിന്നെ ബോധം പൊക്കണമൊന്നും ഇല്ലേ? തലയടിച്ച് വീണപ്പോൾ എല്ലാം കൂടെ പോയെന്ന് തോന്നുന്നു. ബാത്റൂമിൽ നിന്ന് ആരെങ്കിലും കച്ച കെട്ടി കുളിക്കുമോ? അതിനെ പറഞ്ഞിട്ട് എന്നാ? ഞാൻ വളർന്ന സാഹചര്യം നോക്കി അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവേ, ചില സമയത്തിൽ ആനിക്കും ബോധമില്ല, അവക്കും ബോധമില്ല. നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിലോ നാണം കിടായിരുന്നു. ഈ ഡാരിച്ചാനാണെങ്കിലും നാണമില്ല, ഒന്നുമില്ല. എന്നോട് എന്താണെങ്കിലും പറയും. കേൾക്കുന്ന എനിക്ക് പറ്റണ്ടേ?
ഇതിലിപ്പോൾ ഏതായിടാ കുളിച്ചിട്ട്? കുറേ ഉണ്ടല്ലോ കൃഷ്ണ. ഇത് മതി. എന്നാടി ഇങ്ങനെ ഊരാ? ഇങ്ങനെ ഊരി പറ്റുമോ? എന്നതാ എന്റെ കൊച്ചെ, കഥക് തുറന്നേ. എന്നതാ, എന്നതിനാ കരഞ്ഞേ? കൈ കൈ വീണോ? ഓഹ്, ഒന്ന് ആദ്യം പിടിപ്പിക്കാത്തൊന്ന് പറയൂ. അല്ല, കൊളുത്തൂരാൻ കഴിയണില്ല. കൈ പെട്ടെന്ന് എടുത്തപ്പോ തിരിഞ്ഞു, വേദന എടുത്തു. എൻ്റെ കർത്താവേ, ഇന്നലത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഭ്രാന്താ. അന്നേരം ഇത് അതിൻ്റെ കാര്യം ഓർത്തുമില്ലല്ലോ. എന്നാ ചെയ്യുന്നേ? ഡി, ഞാനൊരു കാര്യം പറയാം. വേറെ വഴിയില്ലാത്തോണ്ടാ. നീ സമ്മതിക്കുമെന്നറിയാല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ സമ്മതിച്ചാൽ മതി. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം. എൻ്റെ കൃഷ്ണ, ഞാൻ തലയിൽ എന്താണാവോ തോന്നിയ? ഡി, വേറെ നിവർത്തിയില്ലാത്തോണ്ടാ. ഇന്നാ മുറിച്ചു കിട്ടു. എന്താ? അയ്യോ, മുറിച്ചോടാനോ? പിന്നെ എന്നാ ചെയ്യാനാ? ഇതാ ഞാൻ പറഞ്ഞേ, എനിക്കറിയാം നീ ഇങ്ങനെ പറയത്തുള്ളൂ. ബ്ലൗസ് അല്ലയോ, സാരി അല്ലല്ലോ. എടി, അത് ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് വിട്, മുറിയല്ലേ. ഇനി നെഞ്ചാം കൂടും കൂടെ മുറിച്ചു വെക്കല്ലേ. ചേർച്ചയുള്ള ബ്ലൗസ് ആയിരുന്നു. എടി, നിനക്ക് ദൂരണ്ടേ, കുളിക്കണ്ടേ? ഇനി അരമണിക്കൂർ അങ്ങ് തൂങ്ങി നിൽക്കാൻ. ഒന്ന് പോ, ഞാൻ ചെയ്തോളാം. പത്രിക എടുത്ത് തന്നതും പോരാ, അല്ല ഇപ്പൊ കാണായിരുന്നു. ഞാൻ പോവല്ലോ, എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മുറിക്കണമെന്ന് ഓർക്കുമ്പോഴെന്റെ കൃഷ്ണ വേറെ എന്ത് ചെയ്യാനാ? Jane, how's it going? Shopping or I mean, relax. I'm just starting. Fell back on about a few days ago, yeah? Some joy and some story. Come on, me. I'm stuffed. I'm gonna fade at it. Couldn't made him. I missed once. But fucking deal. Doesn't mean I'm gonna make you happy of it. I'm gonna bloody mug, you know? You know? Shit, no. You're still as useless as a rolling stone. Bitch, you got a bloody crime flower and stink up. Don't forget your color. Never. I'll never forget. I've been my trash can made to be chucked into Bobby and I burn to ashes. It's now my bloody phone and I can't wrap my head around my sexes. Hey, your brain is as last bloody fold together. Oh, I've been praying to be Jesus. Take your step for everything and next time I might. Bye, sweetheart. ഹലോ അമ്മേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? അമ്മേ, ചിന്തുവിനെ കാണാനില്ല അത്രേ. എന്താ അരുവി പറയണേ? അവളാ മുതലാളിയുടെ വീട്ടിലുണ്ടാവും, അല്ലാണ്ട് എങ്ങോട്ട് പോവാനാ? ഇല്ല അമ്മേ, ഭഗവതി, എനിക്ക് ഇനി സ്വസ്ഥത ഇല്ലാണ്ടാകുവോ? എന്റെ അമ്മേ, അവൾ എങ്ങോട്ട് പോയിന്നൊരു നിശ്ചയില്ല അത്രേ. അന്വേഷിക്കുന്നുണ്ട്. എന്താ എന്റെ കുട്ടി, ഒന്ന് വേഗം പറയണ്ടോ നീയാ? തന്ന നോട്ടൊക്കെ അയാള് തിരികെ വാങ്ങിയാല് പിന്നെ എനിക്ക് മണ്ണടിഞ്ഞാ മതി. വരാമേ. ഒന്ന് ശിച്ചവള് ഗതി പിടിക്കല്ലേ എന്റെ ഭഗവാനെ.
എവിടെ ചെന്നടിഞ്ഞാലും നീ ഗുണം പിടിക്കില്ല. നിന്റെ തന്തയുടെ തള്ളണ ഗതി തന്നെ ഉണ്ടാവുള്ളൂ. നോക്കിക്കോ, ചെല്ലൂരിലത്തെ സാവിത്രിയെ പറയണേ, മനസ്സൊരുക്കി പുഴുത്തു ചാവും. മതി, ഞാൻ സംസാരിക്കുന്ന മീനെ കൊല്ലില്ല. ഇതാ നീ പൊക്കോ. ഓ, വളരെ നന്ദി. അവൻ അവന്റെ ഭാര്യയോട് നടന്ന കാര്യം പറയാൻ ആകാംക്ഷയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവൻ മറന്നു അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ മീനില്ല എന്ന കാര്യം. അതെന്നാ പരിപാടിയാടോ? എടി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം. ആ, വേഗം ചെന്ന് വാങ്ങിച്ചു കേട്ട്. ഇന്നും മീൻ അവളിതൊക്കെ കഴിക്കുവോ? ആ കുളിച്ചിട്ട് വരുമ്പോൾ നല്ല വിശപ്പുണ്ടായിരിക്കുമല്ലോ, വേണേ കഴിച്ചോളൂ. അവള് അതുവരെ നിനക്ക് എന്നതാ? അതൊന്നും നടക്കുന്ന കേസല്ല ട്രീസ. അല്ലേലും ആര് നിൽക്കുന്നു? ആ കൊച്ചിൻ്റെ ദേഹം മൊത്തം മുറിവാ, ചതവും പാടും. എന്നെ പറയുന്നേ, നെഞ്ചത്ത് പോലും. ഇതിവിടെ നിന്ന് നിൽക്കുന്ന കേസല്ല ഡാനി, വേറെ എന്നതേലും ചെയ്യാൻ നോക്ക്. ഡാ, വടി കൊണ്ടടിക്കുകയല്ലേ, അതിൻ്റെ പാട്. പുറത്തും വയറിലും നെഞ്ചിലും വരെ. കണ്ടിട്ടൊരു 10-20 വയസ്സ് വരും. ഡാനി എന്നെ ഒന്നും മിണ്ടാത്തേ. ഷീല,